ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിലാണെങ്കിൽ എല്ലാ എക്സ്ട്രീം മൂഡാണ് ഇടാൻ പോണെങ്കിൽ ഏറ്റവും പാടുള്ള ടഫായിട്ടുള്ള മൂഡ്. അതാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ. ലാ ലീഗയാണ്, അത്ലറ്റിക്കോ മാൻഡ്രിഡാണ് നമ്മുടെ ടീം. ഇച്ചിരി സെൽസും ഇച്ചിരി സൈഡിങ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് തന്നെ നമ്മൾ സെല്ല് ചെയ്തു, ഒരുപാട് തന്നെ നമ്മൾ ബൈ ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ ടീമിൽ എത്തി. നമ്മൾ ബ്രൂണോ ഗൊമേറസ് ഡിഫൻഡിങ് മിഡ് എല്ലാം സെറ്റാക്കി. പിന്നെ ഒഷിമനെ നമ്മൾ സൈൻ ചെയ്തു. ഒഷിമൻ അങ്ങനെ ഒരു 2-3 കളികൾ സ്കിപ്പ് അടിച്ചു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കളി വന്നു, റിയൽ ബെറ്റീസിനോടുള്ള കളി. നമുക്കിതാ തുടക്കം 8-ാം മിനിറ്റിൽ തന്നെ നല്ല ചാൻസും കാര്യങ്ങളും കിട്ടി. നമുക്ക് അടിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ജാവി ഗലാൻ 20-ാം മിനിറ്റായപ്പോഴേക്കൊരു സുവർണ അവസരം. ഇത് അടിക്കാൻ പറ്റുമോ? ഈസി ഇതെന്തായാലും ഗോളാണ്. ആന്റോണിയോ ഗ്രീസ്മാൻ നമ്മുടെ ആദ്യത്തെ ഗോള് ഈ സീസണിൽ. നമുക്കിതാ വീണ്ടും ഒരു ചാൻസ് കിട്ടി. നമുക്ക് ത്രൂ ബോളും കാര്യങ്ങളും കൊടുക്കാം. ത്രൂ ബോൾ വിക്ടർ ഒഷിമാൻ ഒരു ത്രൂ ബോൾ കൊടുത്തു. ജൂലിയൻ അൽവാരസ് നമ്മുടെ 2ാമത്തെ ഗോള് അടിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ വേറൊരു അവസരം നമുക്ക് കിട്ടി. അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ആന്റോണിയോ ഗ്രീസ്മാൻ്റെ എത്രയായി, പക്ഷെ അത് പുറത്തേക്ക്. അപ്പൊ തന്നെ അടുത്ത അവസരം അത്ലറ്റിക്കോ മാൻഡ്രിഡ് ഫുള്ള് ചാൻസാണ്. മികച്ച ചാൻസ്. ഇതെന്തായാലും ഗോളാ. ജസ്റ്റിന് കമ്പിയായി. എന്നാലും നമുക്ക് തന്നെ പന്ത് കിട്ടീന് ഭാഗ്യത്തിന്. നമ്മൾക്ക് അവിടെ പോയി. അങ്ങനെ നമുക്ക് അടുത്തൊരു അവസരം കിട്ടിയിരിക്കുന്നു. അടുത്തൊരു അവസരം ജാവി ഗലാൻ എന്നാണ് ഈ കളിക്കാരൻ്റെ പേര്. ലെഫ്റ്റ് ബാക്ക് എന്താ ഒരു ത്രൂ ബോൾ. ജൂലിയൻ അൽവാരസ് ടു വിക്ടർ ഒഷിമാൻ ആദ്യത്തെ ഗോൾ സൈൻ ചെയ്ത ആദ്യത്തെ മാച്ചിൽ തന്നെ. റിയൽ ബെറ്റീസിന് 49-ാം മിനിറ്റ് ഗോളി മാത്രമുള്ളൂ. പക്ഷേ ഒബ്ലാക്ക് കിഡില് സേവ് ചെയ്തു, അത് കളഞ്ഞു. അപ്പം തന്നെ 54-ാം മിനിറ്റ് നമുക്കൊരു ചാൻസ് കിട്ടി. അടിക്കാൻ പറ്റുമോ? ത്രൂ കൊടുത്തു സ്കോർ. പിന്നെ അവർക്കൊരു ഭയങ്കര നല്ലൊരു ഫ്രീ കിക്ക് കിട്ടി. നല്ലതല്ല, പക്ഷെ അവരത് സ്കോർ ചെയ്തു. അടുത്ത ഇച്ചിരി സെക്കൻഡിൽ തന്നെ അവർക്ക് 2ാമത്തെ ചാൻസ്, മികച്ച ബ്ലോക്ക്. അടുത്ത കളി നമുക്ക് 8-ാം മിനിറ്റിൽ തന്നെ ഒരു ചാൻസ് കിട്ടി. 8 മിനിറ്റ് ആയപ്പോൾ തന്നെ ക്രിസ്റ്റ്യൻസൺ ബാഴ്സയിൽ സൈൻ ചെയ്ത ഒരു സെന്റർ ബാക്കാണ് ക്രിസ്റ്റ്യൻസൺ. ആ ത്രൂ ബോൾ എടുക്കാൻ പറ്റിയില്ല. ത്രൂ ബോൾ ഇച്ചിരി കൂടി പോയി. 9-ാം മിനിറ്റ് അടുത്ത ചാൻസ്, അടുപ്പിച്ച് ചാൻസ്. ലാസ്റ്റ് പാൽമാസിലെ 2ാമത്തെ ഗോൾ, അല്ല ആദ്യത്തെ. അവർക്കൊരു കിടിലൻ ചാൻസും കാര്യങ്ങളും കിട്ടി. അതാണെങ്കിൽ അവര് പ്ലെയർ എന്തോ ഗ്ലിച്ചായതുകൊണ്ട് ആ പ്ലെയർ എടുത്തില്ല. പിന്നെ നമുക്കാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. റെഡ് കാർഡായിരിക്കും കിട്ടിയോണ്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി. നമ്മുടെ ഡീപോളിൻ്റെ ഒരു കമ്പിമ തട്ടി, ക്രോസ് ബാർമ തട്ടി. നമുക്ക് 57-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോൾ അടിക്കാൻ ചാൻസ്. ജൂലിയൻ അൽവാരസ് അത് സ്കോർ ചെയ്തു. 2-0 ലീഡ്. നമ്മളെങ്ങനെയൊക്കെയോ കളിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല ഇവിടം വരെ. ഒരുപാട് നേരം ഈ 2 മിനിറ്റ് കണ്ടുപോയി. പക്ഷെ വിക്ടർ ഒഷിമാൻ സ്കോർ ചെയ്യുന്നു. പിന്നെ ഇച്ചിരി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സബ് ചെയ്തിട്ടുള്ളൂ. ഒരു സബ് അപ്പോഴേക്ക് ലാസ് പൽമാസിന് ഒരു ചാൻസ് കിട്ടി, അവരടിച്ചു. ഫാബിയോ സിൽവ ഒബ്ലാക്കിനെ മറികടന്നുകൊണ്ട്
ഇതാ റെഫറി വിസില് വിളിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കളിയും വിജയം കിട്ടി. 3-1 വിജയം. നമ്മൾ ഫോമിലാണ്. ഇതാ നമുക്ക് രണ്ടാം മിനിറ്റിൽ തന്നെ അടുത്ത ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടി. അടിക്കാൻ പറ്റുമോ? വിക്ടർ ഒഷിമാൻ അടിച്ചു. 22-ാം മിനിറ്റ് ആയപ്പോഴേക്കും അവർക്കോ അല്ല 24-ാം മിനിറ്റ് ആയപ്പോഴേക്കോ അവർക്കൊരു ചാൻസ് കിട്ടി. ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന സാധനം അത് ഫിനിഷായി. അത് ഈസി ആയിട്ട് നമ്മളെ കിട്ടിയെന്ന് നമ്മളും മണ്ടത്തരം കാണിച്ച് അവരും മണ്ടത്തരം കാണിച്ച് പൂവാടോ സ്ട്രൈക്കറാണ് പൂവാടോ. കോക്കാണ് കൊക്കല്ല കോക്ക് ടു വിക്ടർ ഒഷിമാൻ്റെ പന്ത് കളി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻസിന് ഗോൾ അടിപ്പിച്ച് തരാനൊരു ചാൻസ് കിട്ടി. പുള്ളി ഈസി ആയിട്ട് 41-ാം മിനിറ്റ് ഗോൾ അടിച്ച്. ഫസ്റ്റ് ഹാഫ് കാര്യം നിൽക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടി. ഫ്രീ കിക്ക് ഇത് ഗോളാവും. അൽവാരസ് വിക്ടർ ഒഷിമാന് 10-ാം നമ്പർ കൊടുക്കാം. വിക്ടർ ഒഷിമാന് 9-ാം നമ്പർ അടുത്ത കളിയിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിക്ടർ ഒഷിമാന് 10-ാം നമ്പർ അല്ല 9-ാം നമ്പർ കൊടുക്കാം. പിന്നെ ആ കളിയാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്ലേയേഴ്സിന് ചാൻസും കാര്യങ്ങളും കൊടുത്തു. പക്ഷെ ആ കളി കഴിഞ്ഞ അടുത്ത കളി മലോർക്ക എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ലൊരു ടീമാണ്. ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റണം. ഇച്ചിരി സ്കോഡൊക്കെ ഒന്ന് സെറ്റാക്കണം. നമ്മൾ അടുത്തത് ഒരുപാട് പ്ലേയേഴ്സിനെ മാറ്റാൻ നോക്കി. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും മാറ്റിയില്ല. പിന്നെ അടുത്ത കളി മലോർക്കനോട് സ്കിപ്പ് അടിച്ചു 2-0 കിഡിലെ മിക്കറി തന്നെ കിട്ടി. അടുത്തത് സെൽറ്റ വിഗോ ആയിട്ടുള്ള ആ കളി കഴിഞ്ഞു നമ്മൾ 1-0 ജയിച്ചു. അടുത്ത എപ്പിസോഡ് ഗെറ്റീഫെ ആയിട്ടായിരിക്കും കളി. ജൂലിയൻ അൽവാരസ് നമ്മുടെ ടോപ്പ് സ്കോർ ലിസ്റ്റിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.